സോ എല്ലാവർക്കും ദിശ ബാങ്കിങ് എക്സാം ചാനലിലേക്ക് സ്വാഗതം. എനിക്കറിയാം നമ്മൾ കണ്ടുമുട്ടിയിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നല്ലോ. ബട്ട് സാരമില്ല, അതൊക്കെ പോട്ടെ. ആ കുറവൊക്കെ നികത്താൻ പാകത്തിന് ഒരുപിടി അട്ടിപ്പൊളി എറർ സ്പോട്ടിംഗ് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ശ്രദ്ധയോടുകൂടി ഓരോ ചോദ്യവും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പം ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യം ഓർമ്മിപ്പിക്കട്ടെ, ഇത് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിന്റെ വീഡിയോസിന്റെ ചുവടെ പോയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പൊ അത് കാണാതെ വന്നവര് പോസ് ചെയ്തിട്ട് വേഗം ഓടിപ്പോയി അത് കണ്ടിട്ട് തിരികെ വരിക ഫോർ ബെറ്റർ ക്ലാരിറ്റി. സോ അതായത് ആദ്യത്തെ ഭാഗത്തിലും രണ്ടാമത്തെ ഭാഗത്തിലൊക്കെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എറർ സ്പോട്ടിംഗ് ചോദ്യങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം വരാം, വൈ എറർ സ്പോട്ടിംഗ് ചോദ്യങ്ങൾ, എന്തുകൊണ്ട് മറ്റ് ചോദ്യ ടൈപ്പുകൾ എടുക്കുന്നില്ല, എന്തിനാണ് ആദ്യമേ ഈ ടൈപ്പ് പ്രിഫർ ചെയ്യുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ബിഗിനർ എന്ന രീതിയിൽ ഈ ഗ്രാമർ നിയമങ്ങൾ പഠിച്ചെടുക്കാനും അതുപോലെ തന്നെ പഠിപ്പിക്കാനും ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യ ടൈപ്പ് ഇല്ല. അതാണ് എറർ സ്പോട്ടിങ്ങിന്റെ പ്രത്യേകത. ഓരോ എറർ സ്പോട്ടിംഗ് ചോദ്യങ്ങളും അതിനകത്ത് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഈ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട കോർ റൂൾസ് ആണ്, ഡയറക്ട്ലി ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഓരോ ചോദ്യം ചെയ്യുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റും എത്രത്തോളം അവബോധം ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കുണ്ട്. തെറ്റ് കണ്ടെത്തുന്നു, തിരുത്തുന്നു. അപ്പൊ ആ പ്രോസസ്സ് വളരെ കൃത്യമായിട്ട് പോകുന്നത് കൊണ്ടാണ് എറർ സ്പോട്ടിംഗ് ചോദ്യങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. സോ ഇഫ് യു ആർ റെഡി, വി കൻ ഡെഫിനറ്റ്ലി മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ചോദ്യം സ്ക്രീനിൽ തെളിഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. സോ നമുക്ക് ഒരുമിച്ച് വായിക്കാം. You must either be regular with your studies and study for longer period before the examination. ഇവിടെ നോക്കിയേ, രണ്ട് കാര്യങ്ങളാണ് അല്ലെ, രണ്ട് ചോയ്സസ് ഉണ്ട്. There are two choices. ഒന്നെന്താണ്? ഒന്ന്, നീ റെഗുലർ ആയിട്ട് നിന്റെ പഠനം മുൻപോട്ട് കൊണ്ടുപോവുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? എക്സാമിന് മുന്നേ ഒരുപാട് സമയം നീ പഠിക്കണം. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നീ ചെയ്യണം എന്നാണ്. രണ്ടിൽ ഏതെങ്കിലും ഒന്ന്, ഒരു ചോയ്സ് കാണിക്കാൻ വേണ്ടി നമ്മൾ ഐദർ നീ ഇത് ചെയ്യണം അല്ലെങ്കിൽ നീ മറ്റത് ചെയ്യണം എന്നാണ് പറയുന്നത് അല്ലെ. അപ്പം ഐദറിന്റെ കൂടെ അല്ലെങ്കിൽ എന്ന അർത്ഥത്തിൽ നമ്മൾ ആൻഡ് ആണോ ഉപയോഗിക്കുക? അല്ല, രണ്ടാമത്തെ കാര്യം പറയാൻ വേണ്ടിയിട്ട്, രണ്ടാമത്തെ ചോയ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഓർ ആണ് യൂസ് ചെയ്യുക. അപ്പം നമ്മൾ ഇംഗ്ലീഷില് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എന്ന് പറയേണ്ടടുത്താണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഐദർ ഓർ യൂസ് ചെയ്യും. നമ്മുടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് ഹാഫിൽ ഐദർ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിൽ എന്തുണ്ടാകും? ഓർ ഉണ്ടാകും. ഒരു സൈഡിൽ ഐദർ ഉണ്ടെങ്കിൽ മറുകരയിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവണം? ഓർ ഉണ്ടാവണം. കാരണം എന്താണെന്നറിയോ? ഇറ്റ്സ് നോൺ ആസ് എ കൊറലേറ്റീവ് പെയർ. നമ്മൾ ഇതിനെ എന്താണ് വിളിക്കുന്നത്? കൊറലേറ്റീവ് പെയർ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഇതിനെ പിരിച്ചെഴുതാൻ പറ്റില്ല. ഐദറിന്റെ കൂടെ മറ്റൊരു ആളെ നമുക്ക് കൂട്ടുകൊടുക്കാൻ പറ്റില്ല, ഓർ തന്നെ പാടുള്ളൂ. യെസ്, ഓക്കെ. ഇപ്പൊ കൊറലേറ്റീവ് പെയർ ശ്രദ്ധിക്കുക. അപ്പം മറ്റു കൊറലേറ്റീവ് പെയർസ് ഉണ്ട്. നൈദർ വന്നിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് നോർ ആണ്. ബിറ്റ്വീൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് ആൻഡ് ആണ്. ബോത്ത് വന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് ആൻഡ് ആണ്. ഇതുപോലെ ധാരാളം കൊറലേറ്റീവ് പെയർസ് ഉണ്ട്, കൃത്യമായിട്ട് പഠിക്കുക. സോ രണ്ടാമത്തെ ചോദ്യം, ഇൻ ദ റീസെന്റ് യൂണിയൻ ബഡ്ജറ്റ്, agriculture has get considerable attention with the various policy initiatives from the side of finance ministry. ഇപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ അടുത്തുള്ള യൂണിയൻ ബഡ്ജറ്റിൽ, ഈ അടുത്ത് അവതരിപ്പിക്കപ്പെട്ട യൂണിയൻ ബഡ്ജറ്റിൽ അഗ്രികൾച്ചറിന് ഒരു കൺസിഡറബിൾ ആയിട്ടുള്ള അറ്റൻഷൻ കിട്ടിയിട്ടുണ്ട്. ആരുടെ ഭാഗത്തു നിന്ന്? ഫിനാൻസ് മിനിസ്ട്രി അല്ലെ. അപ്പം ഫിനാൻസ് മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് ആ കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു അറ്റൻഷൻ ആർക്ക് ലഭിച്ചു? അഗ്രികൾച്ചറിന് ലഭിച്ചു എന്നാണ് പറയുന്നത്. അഗ്രികൾച്ചറിന് ലഭിച്ചു എന്ത്? കൺസിഡറബിൾ അറ്റൻഷൻ. ഈ ലഭിച്ചു എന്ന് കാണിക്കാൻ ഈ അഗ്രികൾച്ചർ ഇവിടെ സബ്ജക്റ്റ് അല്ലേ, സബ്ജക്റ്റ്. പിന്നെ ആരുണ്ട്? ഹാസ് ഉണ്ട്. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് പ്ലസ് ഹാസ് വന്നിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് കിടക്കുന്ന മെയിൻ വെർബ് എപ്പോഴും V3 ആയിരിക്കണം. ഈ ഗെറ്റിന്റെ മൂന്ന് ഫോംസ് ഏതൊക്കെയാ? ഗെറ്റ്, ഗോട്ട്, ഗോട്ട് എന്നാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? ഹാസ് ഗോട്ട് എന്നാണ് വരിക. കാരണം എന്താ? ഇത് ഏതാ ടെൻസ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ്
ഹാസ് അല്ലെങ്കിൽ ഹാവ്, രണ്ടിലേതെങ്കിലും ഒന്ന് സബ്ജക്റ്റിന് അനുസൃതമായിട്ട് തിരഞ്ഞെടുക്കുക. ശേഷം നിങ്ങൾ ഉപയോഗിക്കേണ്ട മെയിൻ വെർബ് അത് എപ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഥവാ V3 ഫോമിലായിരിക്കണം. കുറച്ചും കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കോളൂ. നമ്മൾ ഈ ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഇനി അതും അല്ലെങ്കിൽ ഹാഡ്, ഇതിനെയൊക്കെ ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കുമ്പോഴേ അതിന് തൊട്ടടുത്ത് കിടക്കുന്ന മെയിൻ വെർബില്ലേ അതെപ്പോഴും V3 ആയിരിക്കണം. ഇങ്ങനെ കുറുക്ക് വഴിയിലൂടെ ഓർത്ത് വെച്ചാലും മതി. നിങ്ങൾ ടെൻസ് അങ്ങനെ അഗാധമായിട്ട് ചിന്തിക്കൊന്നും വേണ്ട. എടാ ഹാസ്, ഹാവ്, ഹാഡ് ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു മെയിൻ വെർബിനെ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ഓൾവേസ് ബി ഇൻ ദ V3 ഫോം, മൂന്നാമത്തെ രൂപത്തിലായിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഗെറ്റ് വരാതെ ഗോട്ട് വന്നതെന്ന് ചിന്തിക്കുക കേട്ടോ. ഗെറ്റ്, ഗോട്ട്, ഗോട്ട്. ഓക്കെ, ഇറഗുലർ വെർബാണ്. യെസ്. അടുത്തത്, if man makes proper use of his time and opportunities and follow his aim in life with patience and perseverance, he is sure to succeed. അല്ലേ? എന്താ പറയുന്നത്? ഒരു മനുഷ്യൻ അവന്റെ സമയവും അവസരങ്ങളൊക്കെ കൃത്യമായിട്ട് വിനിയോഗിച്ച് അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം അതെങ്ങനെ പിന്തുടരാനാ പറയുന്നത്? ക്ഷമയോടും. പെർസ്യൂവറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസ്യൂവറൻസ് ഉത്സാഹം എന്നാണ് കേട്ടോ. അപ്പൊ ക്ഷമയോടും ഉത്സാഹത്തോടും കൂടി അവസരങ്ങളും സമയവും ഒക്കെ കൃത്യമായിട്ട് വിനിയോഗിച്ച് എയിമിനെ ഫോളോ ചെയ്ത് അവൻ എന്തായാലും ഡെഫിനറ്റ്ലി ജയിക്കുമെന്നാണ് പറയുന്നത് അല്ലെ. നമ്മളും അതുപോലെ തന്നെയാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവണം? വി ഷുഡ് ഹാവ് ഒരു ഫയർ ഉണ്ടാവണം. ആ ഫയർ നമ്മുടെ എന്താണ് പറയാ, സ്വപ്നങ്ങൾ ഇങ്ങനെ ജ്വലിപ്പിച്ചു കൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് അധ്വാനിക്കാൻ ഇങ്ങനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാല്, ഇവിടെ നോക്കിയേ, ഇഫ് മാൻ, ഈ മാൻ എന്നുള്ളത് സബ്ജക്റ്റ്, ഒരു മനുഷ്യനെ കുറിച്ചല്ല പറയുന്നത്. സബ്ജക്റ്റ് സമം സിംഗുലർ. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിലെ നിയമം ഉണ്ട്, എന്താണ്? സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. എന്താണ് അത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇഫ് ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ, വെർബ് സിംഗുലർ ആയിരിക്കണം. ഇഫ് ദ സബ്ജക്റ്റ് ഈസ് പ്ലൂരൽ, അതിനടുത്ത് വരിക്കുന്ന വെർബ് പ്ലൂരൽ ആയിരിക്കണം. ക്രിയയുടെ കൂടെ എസ്ഒ ഇഎസ്ഒ ചേർന്നാല് ക്രിയ സിംഗുലർ ആയി. അതാണ് സിംഗുലർ ഫോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് സിംഗുലർ ആകുമ്പോ ക്രിയയും സിംഗുലർ ആവണം. മേക്സ് സിംഗുലർ ആണ്, എസ് ഉണ്ട് അല്ലെ, സിംഗുലർ ആണ്. പക്ഷെ ഇവിടെ നോക്കിയേ, ഈ ഫോളോ എന്നതും സിംഗുലർ ആവണ്ടേ? കാരണം ഈ there are two verbs അല്ലെ, two verbs ഉണ്ട്. ഏതാണ്? മേക്കും ഫോളോയും. ഇത് രണ്ടും ഈ മാൻ എന്ന സബ്ജക്ട് കൊണ്ട് ചെയ്യുന്നതല്ലേ, ഈ മാൻ തന്നെ ചെയ്യേണ്ടതല്ലേ ഈ രണ്ട് പ്രവർത്തനങ്ങളും, മെയ്ക്കും ഫോളോയും. അപ്പൊ ഈ മെയ്ക്കും ഫോളോയും ആരുമായിട്ടാണ് എഗ്രിമെന്റ് പോകേണ്ടത്? മാൻ. ഇവിടെ മെയ്ക്സ് കുഴപ്പമില്ല, കാരണം മാനുമായിട്ട് എഗ്രിമെന്റ് പോകാൻ എസ് ഉണ്ട്, സിംഗുലർ ആണ്. എന്നാൽ നിങ്ങൾ ഈ രണ്ടാമത്തെ വെർബ് നോക്കിയേ, അത് ഇതുമായിട്ട് ഒരുമേലാണോ പോകുന്നത്? ഒരിക്കലുമല്ല. ഫോളോ എന്നാണ്, അത് പ്ലൂരൽ ഫോം ആണ്. ഇത് സിംഗുലർ ആയതുകൊണ്ട് ഇതിനോടൊത്തു പോകാൻ നമ്മൾ ഇവിടെ എന്തിട്ട് കൊടുക്കണം? ഫോളോസ് എന്നിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെയാണ് അതിന്റെ തെറ്റ് ഒളിഞ്ഞു കിടക്കുന്നത്. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. നമ്മൾ ഒരേ സീക്വൻസിലുള്ള വെർബുകളെ ഒരേ ടെൻസിലാണ് നമ്മൾ അവതരിപ്പിക്കേണ്ടത്, ഒരേ വെർബ് ഫോമിലാണ് നമ്മൾ അവതരിപ്പിക്കേണ്ടത്. അതിനെ എന്താ വിളിക്കുന്നത്? നമ്മൾ പാരലലിസം, ഇനി അഥവാ കുറച്ചും കൂടി ലളിതമായിട്ട് പറഞ്ഞാൽ ടെൻസ് കൺസിസ്റ്റൻസി എന്നാണ് വിളിക്കുക. അത് എൻഷുർ ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് ആൻഡ് ഉപയോഗിച്ചൊക്കെ ബന്ധിപ്പിക്കുന്ന വെർബുകൾ ദേ ഷുഡ് ബി ഇൻ ദ സെയിം ഫോം. ക്ലിയർ? യെസ്. ഓക്കെ. The new taxation rates announced by the government are bound to affect the export sector. അപ്പം പുതിയൊരു ടാക്സേഷൻ റേറ്റ്സ്, ഗവൺമെന്റ് അനൗൺസ് ചെയ്ത പുതിയ ടാക്സേഷൻ റേറ്റ്സ്, അത് എക്സ്പോർട്ട് സെക്ടറിനെ ബാധിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ, ബാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ബാധിക്കും, ബാധിക്കുക എന്ന അർത്ഥത്തിലുള്ള വെർബാണ് ഇവിടെ വരേണ്ടത്. പക്ഷെ ഇവിടെ കിടക്കുന്ന ആരാ? എഫക്റ്റ്. ഈ എഫക്റ്റ് എന്ന് പറഞ്ഞ ആളൊരു വെർബാണോ, ഒരു ആക്ഷൻ ആണോ ഈ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, പടക്കമൊക്കെ കത്തിച്ചെറിഞ്ഞ നല്ല എഫക്റ്റ് ഉണ്ടാവും, അല്ല കത്തിച്ച് വെള്ളത്തിൽ എറിഞ്ഞാൽ നല്ല എഫക്റ്റ് ഉണ്ടാവും. ഈ എഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു ക്രിയയാണോ? അല്ല. ഈ എഫക്റ്റ് എന്നുള്ളത് ഒരു നൗൺ ആണ്. ദാറ്റ് മീൻസ് ഫലം എന്നാണ് അതിന്റെ അർത്ഥം.
നമ്മളിവിടെ ഫലം എന്ന അർത്ഥത്തിൽ എഴുതിയിട്ട് കാര്യമുണ്ടോ? കാരണം ഈ ടാക്സേഷൻ റേറ്റ്സ് നമ്മുടെ എക്സ്പോർട്ട് സെക്ടറിനെ ബാധിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ കറക്റ്റ് വെർബ് ഫോം അഫക്റ്റ് ആണ്. അഫക്റ്റ് ഒരു വെർബാണ്. ദാറ്റ് മീൻസ് ടു ഇൻഫ്ലുവൻസ് എന്നാണ് കേട്ടോ. ബാധിക്കുക. ഇപ്പൊ കറക്റ്റ് ആയി കണ്ടോ, അഫക്റ്റ് ആണ്. ഇപ്പൊ ഇവിടെ എഫക്റ്റ് അല്ല, അഫക്റ്റ് എന്ന് വരും. യെസ്, കാരണം നമുക്ക് ഇവിടെ ഒരു വെർബാണ്. കാരണം നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു, ഇതിന്റെ അർത്ഥം പോലും നോക്കണ്ട, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക. എടാ ഇവിടെ ടു വന്നില്ലേ, ഈ ടു വന്നാൽ അതിനുശേഷം എപ്പോഴും എന്തായിരിക്കണം? V1 ആയിരിക്കണം. ഇതിനെയല്ലേ നമ്മൾ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ. ഈ ടുവിന് ശേഷം V1 വന്നാലല്ലേ, അത് ക്രിയ വന്നാലല്ലേ ഇൻഫിനിറ്റീവ് ആവുകയുള്ളൂ. ഇവിടെ ടു ഉണ്ട്, നെക്സ്റ്റ് വെർബ് ആയിരിക്കണം, അതുകൊണ്ട് എഫക്റ്റ് വെച്ചു. അങ്ങനെയും ചിന്തിക്കാം, അർത്ഥത്തിൽ അങ്ങനെ നോക്കുകയാണ്, അങ്ങനെയും നോക്കാം, കുഴപ്പമൊന്നുമില്ല. യെസ്, these days job opportunities are not as better as they were in the early 70s. അപ്പൊ ഈ ദിവസങ്ങളിൽ ഈ ജോലി സാധ്യതകളൊക്കെ പണ്ടത്തെ പോലെ അത്ര ഉഷാറില്ല, പണ്ടത്തെ പോലെ അത്ര ഗുമ്മില്ല, അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത്. പണ്ടെന്ന് പറയുമ്പോൾ ഏത് കാലമാ? 70-ലെ പോലൊന്നും വലിയ നല്ല ജോലിയൊന്നും ഇപ്പൊ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്, നമുക്ക് നോക്കാം എന്താണ് പ്രശ്നമെന്ന്. ഓക്കെ, ഇവിടെ നോക്കിയേ, 70-ലേതുപോലല്ല എന്ന് പറയാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നോട്ട് ആസ് ബെറ്റർ ആസ് എന്നാണ്. ഈ ഫ്രേസ് അല്ലേ 70-ലേതുപോലല്ല എന്ന് പറയാം. ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാം? ഒരു ആസും കാണാം, ആസും കാണാം. നമ്മൾ എന്തിനാണ് ഇംഗ്ലീഷിൽ ഈ ആസ് ഉപയോഗിക്കുന്നത്? ആസ് ഒന്നിനെ പോലെ തന്നെയാണ് മറ്റൊന്നെന്ന് കാണിക്കാനാണെന്ത്, ഈക്വാലിറ്റി കമ്പാരിസന് വേണ്ടിയിട്ടാണ് ഈ ആസ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ആസ് ഉപയോഗിക്കുമ്പോൾ ഏത് ക്വാളിറ്റിയുടെ ബേസിലാണോ നിങ്ങൾ പരസ്പരം കമ്പയർ ചെയ്യുന്നത്, ഒരുപോലാണെന്നൊക്കെ പറയുന്നത്, ആ ക്വാളിറ്റി അല്ലേ ഈ ആസിന്റെയും നടുക്ക് എഴുതേണ്ടത്. അങ്ങനെ നടുക്ക് എഴുതുമ്പോ ആ അഡ്ജക്റ്റീവ്, അതായത് ആ ക്വാളിറ്റി should be അപ്പം ആസിന്റെയും നടുക്ക് വരുന്ന അഡ്ജക്റ്റീവ് അത് അതിന്റെ ബേസ് ഫോമിലായിരിക്കണം, അത് ആ പോസിറ്റീവ് ഫോമിലായിരിക്കണം. ഇവിടെ ബെറ്റർ എന്നല്ല കിടക്കുന്നേ, അത് വേണ്ട, ഇവിടെ ഗുഡ് ആണ് വരിക കേട്ടോ. കറക്റ്റ് ആൻസർ എന്താണ്? ഗുഡാ. കാരണം എന്താ? വാട്ട്സ് ദ റീസൺ? കാരണം നമുക്കറിയാം ഗുഡ് ആണ് അതിന്റെ ബേസ് ഫോം. കമ്പാരിറ്റീവ് ഫോം ആണെന്ത്? ബെറ്റർ. സൂപ്പർലേറ്റീവ് ഫോം ആണെന്ത്? ബെസ്റ്റ്. അപ്പൊ നമുക്കിവിടെ ബെറ്റർ പറ്റുമോ? ഇല്ല. ബെസ്റ്റ് പറ്റുമോ? ഇല്ല. ഏതാണ്? ബേസ് ഫോം ആയിട്ടുള്ള ഗുഡ് മാത്രമേ ആസിന്റെയും നടുക്ക് എഴുതാൻ പാടുള്ളൂ. അപ്പൊ ആ നിയമം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. യെസ്, ഈക്വാലിറ്റി കമ്പാരിസണിലൊക്കെയാണ് അത് ബാധകമാകുന്നത്. Okay, the various consequences of the decision taken by the finance ministry was not foreseen by the bureaucrats. Bureaucrat എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ, officials. Okay. Officials ആണ് കേട്ടോ. യെസ്, എന്താണ് ഫോർസി എന്ന വാക്കിന്റെ അർത്ഥം? ഫോർസി predict എന്നാണ് കേട്ടോ. predict എന്നാണ് ഫോർസി. യെസ്, ഓക്കെ. നിങ്ങൾ ഇവിടെ നോക്കിയേ, അതായത് ഗവൺമെന്റ് ഫിനാൻസ് മിനിസ്ട്രി എടുത്ത ആ ഡിസിഷന്റെ കോൺസിക്വൻസസ്, അതായത് പരിണിത ഫലങ്ങൾ. കോൺസിക്വൻസസ് മീൻസ് ഔട്ട്കംസ് എന്നാണ് കേട്ടോ. ഔട്ട്കംസ് ആർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല? ബ്യൂറോക്രാറ്റ്സിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. സി, ഇവിടെ സബ്ജക്ട് ഏതാണ്? വാട്ട്സ് ദി സബ്ജക്ട് ഹിയർ? ഇതല്ലേ സബ്ജക്ട്. കോൺസിക്വൻസസ് പ്ലൂരൽ അല്ലേ? പരിണിത ഫലങ്ങൾ എന്നാണ് പറയുന്നത്. പ്ലൂരൽ സബ്ജക്റ്റ് ആണ് അല്ലേ? അപ്പൊ നമുക്കറിയാം സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് പ്രകാരം ഇഫ് ദ സബ്ജക്ട് ഈസ് പ്ലൂരൽ, അതിനോട് അടുത്ത് കിടക്കുന്ന വെർബും എന്തായിരിക്കണം? പ്ലൂരൽ ആണ്. ഏതാ വെർബ്? കോൺസിക്വൻസസ് ഓഫ് ദ ഡിസിഷൻ ടേക്കൻ ബൈ ദ ഫിനാൻസ് മിനിസ്ട്രി വാസ്. ഇവിടെ നോക്കിയേ, ഇവിടെ അങ്ങനെ വരുവോ? വാസ് വരുവോ? ഇല്ല. വാസ് എസ് ഇല്ലേ?
ദാറ്റ് മീൻസ് സിംഗുലർ ആണ്. അതിന്റെ പ്ലൂരൽ ആണ് വേർ ആണ് അതിന്റെ പ്ലൂരൽ ഫോം. കറക്റ്റ് കേട്ടോ. അപ്പൊ ഇവിടെ എന്ത് വരും? വേറ് വരും, നോട്ട് വാസ്. കാരണം സബ്ജക്ട് കോൺസിക്വൻസസ് പ്ലൂരൽ ആണ്, അതിനോട് എഗ്രിമെന്റിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വാസ് വരില്ല. ഒരു ടിപ്പ് പറഞ്ഞുതരാം, യെസ് ഉൾപ്പെട്ട എല്ലാ ക്രിയാരൂപങ്ങളും സിംഗുലർ ആണ്. ഓക്കെ, യെസ്. അടുത്തത് വെരി സോറി. On many occasions, we did help the poor people by way of giving them food to eat and clothes to put on. അപ്പം ഒരുപാട് അവസരങ്ങളിൽ ഞങ്ങൾ പാവപ്പെട്ടവരൊക്കെ സഹായിച്ചിട്ടുണ്ട്. എങ്ങനെ? അവർക്ക് ഭക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുത്തും അതുപോലെ ധരിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ പുട്ടോൺ എന്ന് പറഞ്ഞാൽ ടു വെയർ എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. ധരിക്കുക എന്ന വാക്കിന്റെ ഫ്രേസൽ വെർബാണ് പുട്ടോൺ. യെസ്, ഓക്കെ. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഓൺ മെനി ഒക്കേഷൻസ്, പല അവസരങ്ങളിലും, വി ഡിഡ് ഹെൽപ്പ് ദ പുവർ. ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. നോക്കി, ഇവിടെ ഡിഡിനെ നമ്മൾ പുറത്തെടുത്തു അല്ലെ. നമ്മൾ ഈ ഡിഡ്, ഡു, ഡസ് ഇതുപോലുള്ള ഓക്സിലറീനെ ഇങ്ങനെ പുറത്തെടുക്കുന്നത് എന്തിനാണ് എടുക്കുന്നത്? ഒന്ന്, ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ. ഇങ്ങനെ ഡിഡിനെയും ഒക്കെ ഈ സബ്ജക്റ്റിന്റെ മുന്നിൽ ഇട്ടിട്ട് ഇങ്ങനെ പുറത്തെടുത്തിട്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്. നെഗറ്റീവ് ഉണ്ടാക്കാനും പുറത്തെടുക്കും. മൂന്നാമതൊരു അവസരം കൂടിയുണ്ട്, നമ്മൾ ഈ സ്ട്രെസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട്, ഫോർ എംഫസിസ്, ഊന്നൽ കൊടുത്ത് പറയാൻ വേണ്ടിയിട്ട് എന്താണ്, ഈ ഓക്സിലറിയെ പുറത്തെടുക്കാറുണ്ട്. അങ്ങനെ പുറത്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോ ഇവിടെ പുറത്തെടുത്ത ആരെയാ? ഡിഡ്. നിങ്ങൾ നോക്കി, ഇവിടെ ഹെൽപ്ഡ് നല്ല വെർബ്. യഥാർത്ഥത്തിൽ ഈ ഹെൽപ്ഡ് ഇങ്ങനെ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പുറകിൽ എന്താണെന്നറിയോ? ഈ ഡിഡ് പ്ലസ് ഹെൽപ്പ് ആണ് എന്തായി മാറുന്നത്? ഹെൽപ്ഡ് ആയി മാറുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഡിഡും ഹെൽപ്പും ചേരുമ്പോഴാണ് എന്തായി മാറുന്നത്? ഹെൽപ്ഡ് ആയി മാറുന്നത്. അപ്പൊ നമ്മൾ ഈ ഊന്നൽ കൊടുത്ത് പറയാൻ വേണ്ടി, സ്ട്രെസ് കൊടുത്ത് പറയാൻ വേണ്ടി ഈ ഡിഡിനെ വലിച്ചിങ്ങോട്ട് പുറത്തെടുക്കുമ്പോ പിന്നെ ആരെ അവിടെ ശേഷിക്കുന്നുള്ളൂ? പിന്നെ ഹെൽപ്ഡ് ഉണ്ടോ? പിന്നെ ആരേ ഉള്ളൂ? ഹെൽപ്പ് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ഈ ഡിഡിനെ ഇങ്ങോട്ട് പുറത്തെടുത്തല്ലോ. ഈ ഒരു കോമ്പൗണ്ടിൽ നിന്ന് ഇതിനെ ഇങ്ങ് പുറത്തെടുത്തു. പിന്നെ ഇവിടെ ഹെൽപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഹെൽപ്ഡ് എക്സിസ്റ്റൻസ് ഇല്ല, ഡിഡ് പോയല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ ഹെൽപ്പ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. യെസ്, അപ്പൊ ഇവിടെ എന്താണ് വരിക? ഹെൽപ്പ് എന്നാണ് വരിക. ഹെൽപ്ഡ് എന്ന് എഴുതരുതേ, ഡിഡ് ഒക്കെ പുറത്തെടുക്കുക. അപ്പൊ നമ്മുടെ നിയമം ഇത്രയേ ഉള്ളൂ, നിങ്ങളൊന്ന് നോക്കി വെച്ചോ. നമ്മൾ ഈ ഡിഡ്, ഡസ്, അതുപോലെ ഡു ശേഷം എന്താണ്? ക്രിയയുടെ ഒന്നാമത്തെ രൂപമാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ. One of the terrorists of the Kashmir Valley are shot dead. വെടിവെച്ച് കൊന്നു എന്നാണ്. ആരെ കൊന്നത്? വൺ ഓഫ് ദ ടെററിസ്റ്റ്. ഇപ്പൊ ഒരു 15 ടെററിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ പഹൽഗാം ഭീകരാക്രമണമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ, വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഒരു 15ഓളം ഭീകരരുണ്ടെന്ന് വിചാരിക്കുക. 15 പേരെയും കൊന്നു എന്നാണോ പറയുന്നത്? അല്ല, 15 പേരിൽ ഒരാളെ മാത്രമേ കൊന്നുള്ളൂ. വൺ ഓഫ് ദ 15 എന്ന് ചിന്തിക്കുക. വൺ ഓഫ് ദ 15 ടെററിസ്റ്റ്, 15 പേരിൽ ഒരാളാണ് അല്ലെ, ഒരാൾ. അപ്പോ സബ്ജക്ട് എന്നുള്ളത് ആരാണ്? സബ്ജക്ട് ഒരാളായതുകൊണ്ട് സിംഗുലർ അല്ലേ, ഒരാൾ കൊല്ലപ്പെട്ട കാര്യമല്ലേ പറയുന്നേ, അയാളെ കൊന്നു എന്നല്ലേ പറയുന്നത്. സബ്ജക്ട് സിംഗുലർ ആയാൽ വെർബ് എന്തായിരിക്കണം? വെർബും സിംഗുലർ ആവണ്ടേ? യെസ്. അപ്പൊ ഇവിടെ ആറ് വരുവോ? എസ് ഉൾപ്പെട്ട ആറിന്റെ അനിയൻ ആരാണ്? ഈസ് ആണ്. അപ്പം ഈസ് ആണ് വരിക കേട്ടോ. ശരി ഉത്തരം. സോ ഈ വൺ ഓഫ് മീൻസ് സിംഗുലർ ആണ്. അപ്പം ഈ വൺ ഓഫിൽ തുടങ്ങുന്ന സെന്റൻസിലെ വെർബും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ക്ലിയർ? യെസ്. മൈ ബ്രദർ ഈസ് സഫറിംഗ് ഫ്രോം ഫീവർ സിൻസ് മൺഡേ. എന്റെ സഹോദരൻ പനി കൊണ്ട് കഷ്ടപ്പെടുകയാണ്. തിങ്കളാഴ്ച മുതൽ അവന് ഭയങ്കര പനിയാണ്. സിൻസ് മൺഡേ, തിങ്കളാഴ്ച മുതൽ അല്ലെ. നമുക്കറിയാം, ഒരു ടൈം ലൈൻ വരയ്ക്കുമ്പോ ഈ പോയിന്റ് മൺഡേ ആണെന്ന് വിചാരിക്കുക.
ഇത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ഈ സമയം, നിലവിലുള്ള സമയം, ഈ പോയിന്റ്, ഇതാണ് മൺഡേ. മൺഡേ തൊട്ട് എന്താണ്? സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? സഫറിങ്, പനിയിൽ നിന്ന് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തിങ്കളാഴ്ച തുടങ്ങിയ ഒരു കാര്യം, അതായത് ഭൂതകാലത്തിൽ തുടങ്ങിയ ഒരു കാര്യം, അതിങ്ങനെ ഇങ്ങനെ 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 സഫർ ചെയ്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ആ സഫറിങ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അത്തരം കാര്യങ്ങളെ നമ്മൾ ഏത് ടെൻസിലാ പറയേണ്ടത്? ഏത് ടെൻസിലാ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് വരും എന്നറിയോ? മൈ ബ്രദർ ഈസ് സഫറിങ് അല്ല, അത് തെറ്റാണ്. മൈ ബ്രദർ ഹാസ് ബീൻ സഫറിങ്. എന്തുകൊണ്ടാ? ഇവിടെ ഇപ്പൊ കിടന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആയിരുന്നു, അത് പാടില്ല, അത് തെറ്റി. ഞാൻ എന്താക്കി? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആക്കി. കാരണം മുമ്പ് തുടങ്ങിയ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് ഈ സെന്റൻസ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഹാസ് ബീൻ സഫറിങ് യൂസ് ചെയ്തത് കേട്ടോ. അതിന്റെ ലോജിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അടുത്തത്, ഐ നോ എ ഡോക്ടർ യു ആർ റെഫറിങ് ടു. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ഇവിടെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ഡോക്ടറിനെ കുറിച്ചാണ് പറയുന്നത്. ഏതോ ഒരു ഡോക്ടർ, എന്തോ ഒരു MBBS ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ഡോക്ടർ, അങ്ങനെയാണ് പറയുന്നത്. അല്ല, നീ റെഫർ ചെയ്യുന്ന, അതായത് നീ പറഞ്ഞ ഏതാണോ നീ പറയുന്ന ആ ഡോക്ടർ, ആ ഡോക്ടറെ എനിക്കറിയാം. ഇവിടെ ഡോക്ടർ എന്നുള്ളത് സ്പെസിഫിക് അല്ലേ? സ്പെസിഫിക് അല്ലേ? അപ്പൊ ഒരു സംഗതി ഇന്നതാണ്, കൃത്യമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ, അവിടെ ഈ പറഞ്ഞ പോലെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ അല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്, മറിച്ച് ദ ആണ് ഉപയോഗിക്കേണ്ടത്. ഐ നോ ദ ഡോക്ടർ യു ആർ റെഫറിങ് ടു. നീ പറയുന്ന ആ ഡോക്ടർ ഇല്ലേ, ആ ഡോക്ടറെ എനിക്കറിയാം, ദ ഡോക്ടർ. ഓക്കെ, യെസ്. ഇപ്പൊ കൃത്യതയോടെ കാര്യങ്ങൾ പറയുമ്പോൾ ആർട്ടിക്കിൾ ദ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത്, he is one of those few persons who has succeeded in their work. അവൻ ആരാണെന്നാണ് പറയുന്നത്? അതായത് ഒരു കൂട്ടം ആൾക്കാരുണ്ട്. എങ്ങനെയുള്ള ആൾക്കാരാ? സ്വന്തം വർക്കില്, സ്വന്തം പ്രവൃത്തി മേഖലയില് വിജയം വരിച്ചിട്ടുള്ള ഏതാനും ചില ആൾക്കാരിൽ ഒരാളാണ് അവൻ. കുറച്ച് ആൾക്കാരുണ്ട്, അവര് സ്വന്തം പ്രവർത്തന മേഖലയിൽ വിജയം വരിച്ചിട്ടുള്ളവരാണ്, അവരിൽ ഒരാളാണ് ഈ പറഞ്ഞ കക്ഷി എന്നാണ് പറയുന്നത്. നോക്കിയേ, ഇത് റിലേറ്റീവ് പ്രോനൗൺ ആണ്. നമ്മള് ഈ റിലേറ്റീവ് പ്രോനൗൺ എന്തിനു ഉപയോഗിക്കുന്നത്? എക്സ്ട്രാ ഇൻഫർമേഷൻ ചേർക്കാനാണ് കേട്ടോ. എക്സ്ട്രാ ഇൻഫർമേഷൻ ചേർത്ത് വെക്കാനാണ്. അപ്പൊ നിങ്ങൾ നോക്കി, ഏതിനോടാ ചേർത്ത് വെക്കുന്നത്? പേഴ്സൺസ്. പേഴ്സൺസ് പ്ലൂരൽ അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഈ റിലേറ്റീവ് നമ്മൾ ചേർത്ത് വെക്കുന്ന റിലേറ്റീവ് ക്ലോസിലെ വെർബും എന്തായിരിക്കണം? ഈ പേഴ്സൺസുമായിട്ട് ചേർന്ന് പോകണ്ടേ? കാരണം ഈ ആൾക്കാരാണല്ലോ ജീവിതത്തിൽ വിജയം വരിച്ചിട്ടുള്ളത്, അല്ലെ, സക്സസ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന വെർബ് എസ് ഉൾപ്പെട്ട ഹാസ് ആവില്ല, ഹാവ്. അപ്പൊ അതിന്റെ കാരണം മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഇതിനോടല്ലേ ചേർത്ത് വെക്കുന്നത്. നിങ്ങൾ ഈ ഹൂ ഇല്ലാന്ന് ചിന്തിക്കും. പേഴ്സൺസ് ഹാവ് എന്ന് തന്നെ പറയണല്ലോ. പേഴ്സൺസ് ഹാസ് എന്ന് പറഞ്ഞാൽ തെറ്റാവില്ലേ? ഓക്കെ. See, there are only a few informations available on the subject. ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. ഇൻഫർമേഷൻസ് എന്താണ്? അൺകൗണ്ടബിൾ നൗൺ ആണ്. ഇൻഫർമേഷൻ എന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പൊ നമ്മൾ ഇതിനെ ഒരിക്കലും സിംഗുലർ പ്ലൂരൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അൺകൗണ്ടബിൾ ആണെങ്കിൽ നോ പ്ലൂരൽ ഫോം. അപ്പൊ നമുക്ക് ഇംഗ്ലീഷില് എന്ത് പറയാൻ പറ്റില്ല? ഇൻഫർമേഷൻസ് എന്ന് പറയാൻ പറ്റില്ല. മാത്രവുമല്ല ഈ ഫ്യൂ നിങ്ങൾക്ക് കാണാം അല്ലെ? ഫ്യൂ ആർക്കാ ഉപയോഗിക്കുന്നത്? കൗണ്ടബിൾ നൗൺസിന്റെ ക്വാണ്ടിറ്റി കാണിക്കാനാണ് ഫ്യൂ ഉപയോഗിക്കുന്നത്. ഫ്യൂ ചെയേഴ്സ്, ഫ്യൂ എന്താണ് പറയാ, നമ്മുടെ ഫ്യൂ പെൻസ്, ഫ്യൂ നോട്ട് ബുക്സ്, ഫ്യൂ പെൻസ്, ഇതൊക്കെയാണ് ഫ്യൂ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ഈ ഒരു എൻറ്റയർ ഭാഗം മൊത്തം തെറ്റാണ്. ഇതിനെ മൊത്തം റീപ്ലേസ് ചെയ്യണം. ഇവിടെ എന്ത് വരും? ഒന്നെങ്കിൽ നിങ്ങൾക്ക് സം ഇൻഫർമേഷൻ എന്ന് കൊടുക്കാം.
അല്ലെങ്കിൽ മറ്റൊരു രീതി പറയുകയാണെങ്കിൽ എ ലിറ്റിൽ ഇൻഫർമേഷൻ എന്ന് പറയാം. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് അതിനെ ശരിയാക്കാം കേട്ടോ. ഇതും ശരിയാണ്, ഇതും ശരിയാണ് മുകളിലെ കേട്ടോ. ഒരിക്കലും ഈ ഫ്യൂ അൺകൗണ്ടബിളിന്റെ വേർഡ് വരില്ല, അൺകൗണ്ടബിളിനെ ഒരിക്കലും പ്ലൂരൽ ആക്കുകയും ഇല്ല. യെസ്, ദ പോലീസ് ഈസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ കേസ് തറോലി. തറോലി അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. പോലീസ്, ഈ പോലീസ് എന്ന വാക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഈ പോലീസ് സിംഗുലർ ആണെന്ന്, പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പോലീസ് സിംഗുലർ അല്ല. പോലീസ് ആരാണ്? പോലീസ് പ്ലൂരൽ ആണ് കേട്ടോ. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഈ പോലീസിനെ പ്ലൂരൽ ആയിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങ് പോകണ്ടല്ലേ. വെർബ് എവിടെ ഉണ്ടടാ? വെർബ് എവിടെ ഉണ്ട്? സ്വാഭാവികമായിട്ട് വെർബ് എന്താണ്? ഈസ് അല്ല, ആർ എന്നാണ് വരിക. യെസ്, ഇതുപോലെ ഇംഗ്ലീഷിൽ ഇഷ്ടംപോലെ വാക്കുകൾ ഉണ്ട് കേട്ടോ. സിംഗുലർ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും അതിങ്ങനെ അപ്പിയർ ചെയ്യുമ്പോൾ സിംഗുലർ പോലെ തോന്നും. ബട്ട് ആക്ച്വലി ആരാണ്? പ്ലൂരൽ ആണ്. ഫോർ എക്സാമ്പിൾ, കാറ്റിൽ, പെസൻട്രി, ഇതൊക്കെ ആരാണ്? ഇതൊക്കെ സിംഗുലർ പോലെ തോന്നുന്ന യഥാർത്ഥത്തിൽ പ്ലൂരൽ ആയിട്ടുള്ള നൗൺസ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ കൂടെ വരുന്ന വെർബ് എന്തായിരിക്കണം? അപ്പം ഈ വാക്കുകളുടെ ലിസ്റ്റ് ഒന്ന് കൃത്യമായിട്ട് പഠിക്കണേ. ഇവ പ്ലൂരൽ ആണ്, സിംഗുലർ പോലെ, അതായത് സിംഗുലർ വെർബ് യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷെ മനസ്സിലാക്കുക, അടിസ്ഥാനപരമായിട്ട് അതിന്റെ നേച്ചർ പ്ലൂരൽ ആണ്. സോ അതിന്റെ കൂടെ വരുന്ന വെർബ് എന്തായിരിക്കണം? പ്ലൂരൽ ആയിരിക്കണം. ഈ വാക്കുകളുടെ ലിസ്റ്റ് ഒന്ന് കാണാതെ പഠിച്ചോട്ടോ. യെസ്, നോക്കി വെച്ചാലും മതി. The principal and secretary are attending the meeting. The principal and secretary. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഒറ്റയടിക്ക് വായിക്കുമ്പോൾ രണ്ടാൾക്കാരുള്ളത് പോലെ തോന്നും. അത് തന്നെയാണ് ഈ ചോദ്യത്തിന്റെ ട്രിക്കി പാർട്ട്. രണ്ടാൾക്കാരില്ല, ബേസിക്കലി ഒറ്റ ആളേ ഉള്ളൂ. നിങ്ങൾ നോക്കിയാടാ, ഇത്രയും ഭാഗം എടുക്കുമ്പോ ഒറ്റ ആർട്ടിക്കിൾ മാത്രമല്ലേ ഉള്ളൂ. ഒറ്റ ആർട്ടിക്കിൾ മാത്രമേ ഉള്ളതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? One person holding both titles. അപ്പം പ്രിൻസിപ്പൾ ഒരാളാണ്, സെക്രട്ടറിയും ഒരാളാണ്. ഒരാള് തന്നെയാണ്, അയാൾ രണ്ട് ചുമതലകൾ ചെയ്യുന്നതേ ഉള്ളൂ. ബോത്ത് റോൾസ് എന്ന് എഴുതിയിരിക്കും, അതാ കുറച്ചും കൂടി നല്ലത്. റോൾസ്, ബോത്ത് റോൾസ്. ഓക്കെ, ഇനി ഒരു പക്ഷേ അതുകൊണ്ട് there is only one person അല്ലേ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു വഴി പറഞ്ഞു തരാം. തുടക്കത്തിൽ മാത്രമാണ് ആർട്ടിക്കിൾ എന്നെങ്കിൽ അത് ഒറ്റ ഒരാളായിരിക്കും. തുടക്കത്തിൽ മാത്രം, അതിന്റെ ഇടയ്ക്ക് ആർട്ടിക്കിൾ ഒന്നും ഇല്ല എങ്കിൽ ഒറ്റ ഒരാളായിരിക്കും. രണ്ട് റോൾസ് ചെയ്യുന്നേ ഉള്ളൂ. ഒരാൾക്ക് തന്നെ ഇപ്പൊ രണ്ട് റോൾസ് ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. യെസ്, അപ്പൊ ഇവിടെ ആറല്ല, ഈസ് ആണ് വരിക കേട്ടോ. യെസ്, ഒരുപക്ഷെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ദേ, യെസ്, ഇങ്ങനെ ആയിരുന്നെങ്കിൽ ദ പ്രിൻസിപ്പൽ ആൻഡ് ദ സെക്രട്ടറി ആയിരുന്നെങ്കിൽ അവിടെ ആർ ഉപയോഗിക്കണമായിരുന്നു. കാരണം എന്താ? കാരണം എന്താ? ഇവിടെയും താവുന്നു, ഇവിടെയും താവുന്നു. രണ്ട് താ ഉണ്ടെങ്കിൽ 2 persons. ഓക്കെ, ക്ലിയർ ആണോ? രണ്ടിടത്തുണ്ടെങ്കിൽ രണ്ടാൾക്കാർ. തുടക്കത്തിൽ മാത്രമാണ് ഒരെണ്ണം മാത്രമേ ഉള്ളെങ്കിൽ ഒരാള്. യെസ്. And finally, the sweets were shared between 4 girls. Between 4 girls. നമ്മൾ ഈ മധ്യത്തിൽ എന്ന് കാണിക്കാൻ, നടുക്ക് എന്ന് കാണിക്കാൻ
എന്താണ് യൂസ് ചെയ്യാം? ബിറ്റ്വീൻ ഉപയോഗിക്കാറുണ്ട്. എപ്പോ? when there are only two items അല്ലെങ്കിൽ persons. ബിറ്റ്വീൻ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? രണ്ടാൾക്കാരുടെ മധ്യത്തിൽ എന്ന് കാണിക്കുമ്പോഴാണ് എന്ത് ബിറ്റ്വീൻ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ രണ്ടാൾക്കാരാണോ? രണ്ടിൽ കൂടുതലില്ലേ? അപ്പൊ ഇവിടെ ബിറ്റ്വീൻ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെന്ത് ഉപയോഗിക്കാം? ഇവിടെ എമങ് ആണ് യൂസ് ചെയ്യേണ്ടത്. എമങ്. For more than two items and people use among. ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് ഉപയോഗിച്ചത്? കാരണം എന്താണ്? ഇവിടെ 4 girls എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. That is more than 2. അതുകൊണ്ടാണ് ഇവിടെ among യൂസ് ചെയ്ത് between യൂസ് ചെയ്യാതെ കേട്ടോ. Yes, for example, there is no problem between you and me. രണ്ടാൾക്കാരുള്ളത് കൊണ്ട് between യൂസ് ചെയ്തു. ഇനി കുറെ കുട്ടികൾ ഉള്ളത് കൊണ്ട് among യൂസ് ചെയ്തു. ഓക്കെ. യെസ്, സോ ദാറ്റ്സ് ദി എൻഡ് ഓഫ് ദിസ് ലെക്ചർ. നമ്മളൊരു 10-15ഓളം ചോദ്യങ്ങൾ ചെയ്തു. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മടിക്കാതെ കമന്റ് ബോക്സിൽ ചോദിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നതിനേക്കും ബൈ. ഹാപ്പി ലേണിംഗ്.